ക്വസ്റ്റ്യൻ ഇതാണ്, ജനറലി ടെർബോ ചാർജർ ഈസ് ഓപ്പറേറ്റഡ് ബൈ ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ടെർബോ ചാർജർ ഉണ്ടല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്ത് സഹായത്താണ്? എക്സോസ്റ്റ് ഗ്യാസിൻ്റെ സഹായത്താലാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാളിറ്റി ഗവർണർ ഈസ് ദി ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഡാഷ്. അതായത് ക്വാളിറ്റി ഗവർണറിങ് ഉണ്ടല്ലോ അത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടായത് ഏതിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതിനാണ് ക്വാളിറ്റി ഗവർണർ? എപ്പോഴും അതിന് ഡീസൽ എഞ്ചിനാണ് ക്വാളിറ്റി ഗവർണർ. ക്വാണ്ടിറ്റി ഗവർണറോ പെട്രോൾ എഞ്ചിന് യൂസ് ചെയ്യുന്നു ക്വാണ്ടിറ്റി ഗവർണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൗളർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഗൗളർ എന്തുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആർമേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ കമ്പർഷൻ റേഷ്യോ റിസൾട്ട് ഇൻ ഡാഷ്. കമ്പർഷൻ റേഷ്യോ കൂടുതൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സംഭവിക്കും ഇൻക്രീസ്ഡ് NOx എമിഷൻ, മോർ സ്യൂട്ട് ഇൻ എക്സോസ്റ്റ്, റെഡ്യൂസ്ഡ് HC ആൻഡ് CO എമിഷൻ. ഈ പറയുന്ന 3 സംഭവിക്കും. സോ ആൻസർ ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. ആൾ ഓഫ് ദി എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PCV വാൾവ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഡാഷ്. അതായത് പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ വാൾവ് ഉണ്ടല്ലോ അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ക്രാങ്ക് കേസിൻ്റെയും ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെയും ഇടയിലായിരിക്കും വെച്ചിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CO ഇൻ ദി എക്സോസ്റ്റ് ഓഫ് വെഹിക്കിൾ ഷുഡ് നോട്ട് ബി മോർ ദാൻ ഡാഷ്. അതായത് കാർബൺ മോണോക്സൈഡ് ഉണ്ട്, CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിനകത്ത് എത്ര പെർസെൻറ്റേജിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എത്ര പെർസെൻറ്റേജ് കൂടുതൽ ആവാൻ പാടില്ല? 0.05%. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടെമ്പറേച്ചർ ബിലോ വിച്ച് ദി ഓയിൽ വിൽ നോട്ട് ഫ്ലോ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഓയിൽ ഉണ്ടല്ലോ അത് നമുക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും, ലിക്വിഡ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂടുന്തോറും ഇതിൻ്റെ ഫ്ലോ എന്തായിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും, പെട്ടെന്ന് ഫ്ലോ ആയിക്കൊണ്ട്. പക്ഷേ ടെമ്പറേച്ചർ കുറയുമ്പോൾ സംഭവിക്കും അത് ഫ്ലോ ആകാതെ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും. ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയും? പ്യൂർ പോയിൻ്റ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫർ കേസ് ഈസ് ദി ടൈപ്പ് ഓഫ് ഡാഷ് ഇൻ 4-wheel ഡ്രൈവ് വെഹിക്കിൾ. നമ്മുടെ 4-wheel ഡ്രൈവ് വെഹിക്കിളിൽ ട്രാൻസ്ഫർ കേസ് എന്ത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. ട്രാൻസ്ഫർ കേസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഗിയർ ബോക്സ് തന്നെയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിയർ ക്ലാഷ് വൈൽ ഷിഫ്റ്റിംഗ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗിയർ ക്ലാഷ് ഉണ്ടാകുകയാണ്. അത് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എന്തൊക്കെ കാരണം കൊണ്ട്? ഇൻകറക്റ്റ് ക്ലച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡാമേജ്ഡ് സിങ്ക്രണൈസർ യൂണിറ്റ്, ലോ ലെവൽ ഓഫ് ഗിയർ ഓയിൽ. ഈ 3 ശരിയാണ്. സോ ആൻസർ എന്താണ്? ഡി ആണ്. എനി ഓഫ് ദി എബോ. ഈ 3-ൽ ഏതെങ്കിലും ഒരു ചാൻസ് കൊണ്ട് ഉണ്ടാവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് കാർ ദി ഡ്രൈവ് ഷാഫ്റ്റ് ഹാസ് ഡാഷ്. അതായത് ഫ്രണ്ട് എഞ്ചിൻ റിയർ വീൽ ഡ്രൈവ് ഉള്ള കാറുകളിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റിനകത്ത് എന്തുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തുണ്ടാവും ചോദിച്ചാൽ മിനിമം 2 യൂണിവേഴ്സൽ ജോയിൻ്റ് ഉണ്ടായിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ലിപ്പ് ജോയിൻറ്റ് പെർമിറ്റ് ചേഞ്ച് ഇൻ ഡാഷ്. അതായത് നമ്മുടെ സ്ലിപ്പ് ജോയിൻ്റ് ഉണ്ടല്ലോ അത് എന്തിനെയാണ് പെർമിറ്റ് ചെയ്യുക? അതായത് ചേഞ്ച് ആക്കി പെർമിറ്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുന്നത്? വീൽ ബേസിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് പെർമിറ്റ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. വീൽ ബേസിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത്? സ്ലിപ്പ് ജോയിൻ്റ് സഹായത്താൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ഇറ്റ്സ് ഡാഷ്. ആൾട്ടർനേറ്ററിനകത്ത് ഇലക്ട്രിസിറ്റി എവിടെയാണ് പ്രൊഡ്യൂസ് ആകുക എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? സ്റ്റാർട്ടർ വൈൻഡിങ്ങിനകത്താണ് എന്തുണ്ടാകുക? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആകുക. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while trying to start an engine, it cranks slowly but does not start. It may be due to dash. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഉണ്ടല്ലോ, എഞ്ചിൻ നമ്മൾ ക്രാങ്ക് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുന്ന വേണ്ടി ക്രാങ്ക് ചെയ്യണം. അപ്പോൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ട് ക്രാങ്ക് ആകുന്നുണ്ട്. പക്ഷേ എന്താണ്? എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല. എന്തൊക്കെ കാരണങ്ങളാണ് സ്റ്റാർട്ടാകാതിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. താഴെ 4 ഓപ്ഷൻ തന്നതിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് എഞ്ചിൻ സ്റ്റാർട്ടാകാതാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ലോ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട്, റൺ ഡൗൺ ബാറ്ററിയുടെ ചാർജ് സഫിഷ്യൻ്റ് അല്ലാതിരിക്കുമ്പോഴും, ഡാമേജ്ഡ് ഫ്യൂൽ സിസ്റ്റം ഡാമേജ് ആയിരിക്കുന്ന സമയത്തും. ശരിയായ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ ഈ 3 കാരണങ്ങൾ കൊണ്ടും എന്താണ്? എഞ്ചിൻ സ്റ്റാർട്ടാകാതിരിക്കാം. സോ ആൻസർ ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്രോക്സിമേറ്റ് സ്റ്റാർട്ടർ പിനിയൻ റിംഗ് ഗിയർ റേഷ്യോ ഈസ് ഡാഷ്. അതായത് സ്റ്റാർട്ടർ പിനിയൻ്റെയും റിംഗ് ഗിയറിൻ്റെയും
ഗിയർ റേഷ്യോ അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും? 15:1. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഇറ്റ് ഈസ് നീഡഡ് ടു ടോപ്പ് അപ്പ് ദി ലെഡ് ആസിഡ് ബാറ്ററി ഫ്രീക്വൻ്റ്ലി ഇറ്റ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ആസിഡ് ഉണ്ടല്ലോ അത് ടോപ്പ് അപ്പ് ചെയ്യുന്നത് ഏത് സമയങ്ങളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് സമയങ്ങളാണ്? ഓവർ ചാർജിങ് സമയങ്ങളിലാണ് എന്ത് ചെയ്യുക? ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോമീറ്റർ ഈസ് ഡിവൈസ് യൂസ്ഡ് ടു ചെക്ക് ഡാഷ്. അത് ഹൈഡ്രോമീറ്റർ ഉണ്ടല്ലോ അത് എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ചെക്ക് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രോളിക് സിസ്റ്റം ബ്രേക്ക് ബൈൻഡിങ് ഈസ് ഡ്യൂ ടു ഡാഷ്. നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് ബ്രേക്ക് ബൈൻഡിങ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് കാരണം കൊണ്ട് ഇൻകറക്റ്റ് ഫ്രീ പെഡൽ പേ അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്ലോക്കിംഗ് ബൈപ്പാസ് പോർട്ട്, ബ്ലോക്ക് എയർ വെൻറ്റ് മാസ്റ്റർ സിലിണ്ടർ. ഈ പറയുന്ന 3 കാരണങ്ങളും ചാൻസസ് ഉള്ളതാണ്. സോ ആൻസർ ഏതാണ്? ഡി ആണ്, എനി ഓഫ് ദി എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബിൾ ഡി ക്ലച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. അതായത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഡബിൾ ഡി ക്ലച്ച് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതുമായിട്ടാണ്? കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിയർ ക്ലാഷ് ഡ്യൂറിങ് ഷിഫ്റ്റിംഗ് മേ ബി കേസ്ഡ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഗിയർ ക്ലാഷ് ഉണ്ടല്ലോ, ഗിയർ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തത് എക്സെപ്റ്റ് ഞാൻ ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഗിയർ ക്ലാഷിന് സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ടു ലോ ഐഡിൽ സ്പീഡ്. സി ആണ് കറക്റ്റ് ആൻസർ. സിങ്ക്രണൈസർ ഡാമേജ് ആയാലും എന്താണ് ഗിയർ ക്ലാഷ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇൻകറക്റ്റ് പെഡൽ പ്രേ വന്നാലും ഗിയർ ക്ലാഷ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അൺഅഡ്ജസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റിംഗ് മെക്കാനിസത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്ക് വന്നാലും എന്താണ് ഗിയർ ക്ലാഷ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഹൗ മെനി സിങ്ക്രണൈസ്ഡ് യൂണിറ്റ് ആർ ദർ ഇൻ എ 3 സ്പീഡ് ട്രാൻസ്മിഷൻ. 3 സ്പീഡുള്ള ട്രാൻസ്മിഷൻ യൂണിറ്റിൽ എത്ര സിങ്ക്രണൈസർ ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഉണ്ടാകും? മിനിമം 2 ഉണ്ടാവും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗിയർസ് ആർ ദർ ഇൻ ദി മെയിൻ ഷാഫ്റ്റ് ഓഫ് 4 സ്പീഡ് ട്രാൻസ്മിഷൻ. അത് 4 സ്പീഡുള്ള ട്രാൻസ്മിഷനിൽ എത്ര ഗിയർസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര ഗിയർസ് ഉണ്ടാവും? 4 ഗിയർസ് ഉണ്ടാവും. സി ആണ് കറക്റ്റ് ആൻസർ. അതായത് റിവേഴ്സ് ഗിയർ ഒരിക്കലും ഫോർവേഡ് ഗിയർസിൽ കണക്കാക്കില്ല. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദി ഓഡ് വൺ ഔട്ട്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ മാച്ചിങ് അല്ലാത്ത ഒരു ടേം ഉണ്ട്, അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാഫ് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ്. 4ൽ മാച്ചിങ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഹാഫ് ഷാഫ്റ്റാണ്. ഈ മെയിൻ ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ് എന്ന 3 അതിൽ ഗിയർ ബോക്സിൽ റിലേറ്റഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹമ്മിങ് നോയ്സ് ഫ്രം ദി അണ്ടർ ബോഡി ഓഫ് എ റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് റിയർ വീൽ ഡ്രൈവ് വെഹിക്കിളിൻ്റെ താഴെ നിന്നും ഹമ്മിങ് നോയ്സ് വരികയാണെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ട്? ഇൻകറക്റ്റ് ഡിഫറൻഷ്യൽ മെഷിങ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൈപ്പ് ഓഫ് ഫ്രണ്ട് ആക്സിൽ ഇൻ ദി കിങ് പിൻ ഈസ് യൂഷ്വലി ഫിക്സഡ് ഓൺ ദി സ്റ്റെപ്പ് ആക്സിൽ ആൻഡ് ഇറ്റ്സ് എൻഡ് ടേൺ ഇൻ ദി ഫോർക്ക്ഡ് എൻഡ് ഓഫ് ദി ആക്സിൽ ബീം ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ആക്സിലുണ്ട്, അതിൽ കിങ് പിൻ ഉണ്ടല്ലോ, കിങ് പിൻ അത് സ്റ്റെപ്പ് ആക്സിലുമായി ഫോർജ് വെച്ചിട്ടുണ്ടാകും. അത് ഏത് ടൈപ്പ് ഫ്രണ്ട് ആക്സിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പാണ് ചോദിച്ചാൽ എലിയോട്ട് ടൈപ്പാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടിൽറ്റിംഗ് ഓഫ് ദി ഫ്രണ്ട് വീൽ ഫ്രം വെർട്ടിക്കൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ ഫ്രണ്ട് വീൽ ഉണ്ടല്ലോ, ഒന്നിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എന്തെങ്കിലും ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നതിന് എന്താണ് പറയണത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? ക്യാമ്പർ എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ടു റെഡ്യൂസ് ദി വൈബ്രേഷൻ ആൻഡ് ഫോർ സ്റ്റെബിലിറ്റി ഓഫ് വെഹിക്കിളിൻ്റെ വൈബ്രേഷനും സ്റ്റെബിലിറ്റിയും റെഡ്യൂസ് ചെയ്യണം. അത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ലോവർ അൺസ്പ്രിങ് വെയിറ്റ് ടു ഡിസൈഡ്. അൺസ്പ്രിങ് വെയിറ്റ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക? അത് കുറയ്ക്കുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രോക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു ഡാഷ്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാങ്ക് ത്രോ ഉണ്ടല്ലോ, നമ്മുടെ ക്രാങ്ക് ത്രോ പറഞ്ഞാൽ ക്രാങ്ക് ഒരു പ്രാവശ്യം മുകളിലോട്ട് പോയിട്ട് വരാനുള്ള ഡിസ്റ്റൻസിന് ക്രാങ്ക് ത്രോ എന്ന് പറഞ്ഞാൽ, മുകളിലോട്ടും താഴോട്ടും വരുന്ന ഡബിൾ ക്രാങ്ക് ത്രോ എന്ന് പറയും. അതായത് മുകളിലോട്ടും താഴത്ത് വരുന്ന ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? എപ്പോഴും സ്ട്രോക്ക് എന്ന് പറയുക. സോ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ദി ക്രാങ്ക് ത്രോ. എ ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഡിസ്ക് ബ്രേക്ക്. താഴെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിസ്ക് ബ്രേക്കുമായിട്ട് ശരിയല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. അതാണ് യൂണിഫോം വെയർ, ഈസി ടു സർവീസ്, ഹൈ ഇനിഷ്യൽ കോസ്റ്റ്. ശരിയായ ഉത്തരം കൺസീൽഡ് ഫ്രിക്ഷൻ സർഫസ്, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനറലി 5 വീൽ ടയർ റൊട്ടേഷൻ സ്റ്റാർട്ട് ഫ്രം വിച്ച് സൈഡ് വീൽ. അതായത് നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്യുമല്ലോ, ഏത് ടയർ ഈക്വലായിട്ട് വിയർ ആകാൻ വേണ്ടി നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്യും. അപ്പോൾ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഏത് വീലാണ് മാറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വീൽ ആദ്യം മാറ്റുക വെച്ച് കഴിഞ്ഞാൽ റിയർ റൈറ്റ് വീലാണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്സിൽ ഷാഫ്റ്റ് ഹാസ് ടു ടേക്ക് ഫുൾ ലോഡ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ആക്സിൽ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അത് വാഹനത്തിൻ്റെ ഫുൾ ലോഡും ആക്സിൽ ഷാഫ്റ്റാണ് എടുക്കുന്നത്. അത് ഏത് ടൈപ്പിലാണ് ആക്സിൽ ഷാഫ്റ്റ് ഫുൾ ലോഡ് എടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് ടൈപ്പിലാണ്? സെമി ഫ്ലോട്ടിങ്ങിലാണ് ഫുൾ ലോഡ് എടുക്കേണ്ടത്. ഈ ഫുൾ ഫ്ലോട്ടിംഗ് ടൈപ്പിൽ എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ് മൊത്തം എവിടെയായിരിക്കും? ആക്സിൽ കേസിങ്ങിലായിരിക്കും തട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ്പെക്ട് റേഷ്യോ ഓഫ് ടയർ ഈസ് ഡാഷ്. അതായത് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ ഹൈറ്റ് ബൈ സെക്ഷൻ വിഡ്ത്ത്, ബി ആണ് കറക്റ്റ് ആൻസർ. ടയറിൻ്റെ സെക്ഷൻ ഹൈറ്റും സെക്ഷൻ വിഡ്ത്തും ചെയ്യാനുള്ള റേഷ്യോ ആണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ടയർ ഇറ്റ് ഇസ് ഡിസൈൻഡ് ആസ് P200/75R16 വാട്ട് ഈസ് ഡിജിറ്റ് 200. അതായത് ഇതൊരു ടയറിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ P200/75R16 എന്ന് പറഞ്ഞത്. അതിലെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ഡിജിറ്റ് 200 എന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. എന്താണ്? സെക്ഷൻ വിഡ്ത്തിനെയാണ് P200 എന്ന് പറയുന്നത്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സിംറ്റം ഓഫ് അറ്റ്മോസ്ഫിയർ എയർ എൻറ്റേഴ്സ് ദി വാട്ടർ കൂളിംഗ് സിസ്റ്റം ഓഫ് എ മൾട്ടി സിലിണ്ടർ ഡീസൽ എഞ്ചിൻ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ മൾട്ടി സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ഉണ്ടല്ലോ, അതിനകത്ത് കൂളിംഗ് വാട്ടർ ഉണ്ടാവുമല്ലോ, റേഡിയേറ്ററിനകത്ത് കൂളിംഗ് വാട്ടറിനകത്ത് അറ്റ്മോസ്ഫിയർ എയർ എൻ്റർ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സംഭവിക്കും? ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ CC വാല്യൂ ഓഫ് ന്യൂ ടാറ്റോ നാനോ ജനറേഷൻ 10 EC ഷിഫ്റ്റ് കാർ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ടാറ്റോ നാനോ കാർ ഉണ്ടല്ലോ അതിൻ്റെ CC എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 624, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ടൈപ്പ് ഓഫ് ബോഡി മൂവ്മെൻറ്റ് ഓഫ് എ വെഹിക്കിൾ ഇൻ വിച്ച് ദി വെഹിക്കിൾ ടേൺ ഓൺ ഇറ്റ്സ് ഓൺ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ വാഹനം ഉണ്ടല്ലോ അത് സ്വന്തം ആക്സിസിൽ എവിടേക്കാണ്? ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് തിരിയുകയാണ്. ആ തിരിയുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വാഹനം തിരിയുന്നതിനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? റോളിംഗ് എന്നാണ് പറയുന്നത്, ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗിയർ വിൽ നോട്ട് റിവോൾവ് വെൻ ദി വെഹിക്കിൾ ഈസ് മൂവിങ് ഓൺ സ്ട്രെയിറ്റ് പാത്ത്. അതായത് വാഹനം സ്ട്രെയിറ്റ് റോഡിലൂടെ പോകുന്ന സമയത്ത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ റിവോൾവ് ചെയ്യാത്ത ഗിയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മുടെ ഡിഫറൻഷ്യലിനകത്ത് കാണുന്ന 4 ഗിയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റിവോൾവ് ചെയ്യുക സ്ട്രെയിറ്റ് റോഡ് റിവോൾവ് ചെയ്യാത്തതാണ് പ്ലാനിറ്ററി ഗിയറാണ് റിവോൾവ് ചെയ്യാത്തത്, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി റിയർ ആക്സിൽ ത്രസ്റ്റ് ആക്ഷൻ ഓൺ റിയർ ആക്സിൽ കേസിംഗ് ഈസ് ട്രാൻസ്ഫർ ടു ഫ്രെയിം ബൈ ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മൾ റിയർ ആക്സിൽ ത്രസ്റ്റ് ആക്ഷൻ ഉണ്ടല്ലോ അത് ഫ്രെയിമിലോട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് എന്തിൻ്റെ സഹായത്താലാണ് ട്രാൻസ്ഫർ ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ സഹായത്തിലാണ്? റേഡിയസ് റോഡിൻ്റെ സഹായത്താലാണ് ട്രാൻസ്ഫർ ആകുന്നത്, ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർഡ് വിത്ത് സ്പൈറൽ ബിവൽ ഗിയർ എ ഹൈപ്പോഡ് ഗിയർ ഹാസ് അഡ്വാൻറ്റേജസ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ സ്പൈറൽ ബിവൽ ഗിയറിനെ വെച്ചിട്ട് ഹൈപ്പോയിഡ് ഗിയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഉത്തരം? സി ആണ്, ഹയർ ഓർ ലോവർ പോപ്പുലർ ഷാഫ്റ്റ് ക്യാൻ ബി യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പൊല്യൂട്ടൻ ദാറ്റ് ഫോം അറ്റ് ഹൈ കംപ്രഷൻ ടെമ്പറേച്ചർ ഈസ് ഡാഷ്. അതായത് ഹയർ കംപ്രഷൻ ടെമ്പറേച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പൊല്യൂട്ടൻ്റാണ് ഫോം ആകുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് പൊല്യൂട്ടൻ്റ് ഫോം ആകുക? NOx ആണ് ഫോം ആകുക, സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേരിയബിൾ സ്റ്റിയറിംഗ് ഗിയർ റേഷ്യോ ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ദി കേസ് ഓഫ് ഡാഷ്. അതായത് വ്യത്യസ്ത സ്റ്റിയറിംഗ് ഗിയർ റേഷ്യോ ഉണ്ടാക്കുന്ന ഗിയർ ബോക്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? വോം ആൻഡ് റോളറാണ് അതിന് സഹായിക്കുന്നത്, ഡി ആണ് കറക്റ്റ് ആൻസർ.